പ്രസാദ് ശർമ്മ കരിന്തറ മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് പേരുടെ രണ്ടാം വിവാഹം കഴിഞ്ഞിട്ടുള്ളവർ ഒക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിവാഹം കഴിഞ്ഞു, ഇവിടെയും പ്രശ്നമാണ്. ഒരു കല്യാണം കഴിഞ്ഞതായിരുന്നു, പിന്നെ അത് വളരെ എന്നെന്നും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ അവിടെ നിൽക്കാൻ പറ്റാണ്ടായിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ കല്യാണവും വേണ്ട ഒന്നും വേണ്ട നിന്നപ്പോൾ ഇപ്പോൾ രണ്ടാമതൊരാൾ വേദ് വന്നപ്പോഴാണ് ഇത് കഴിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ആണായിട്ടും പെണ്ണായിട്ടും നമ്മളോട് പറയാറുള്ളത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിവാഹം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു എന്തോ കാരണത്താൽ നിർഭാഗ്യവശാൽ നല്ലതുപോലെ ജീവിക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്നിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴും അവിടെ അതിനേക്കാളും വലിയ പ്രശ്നം. അപ്പോൾ എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദാമ്പത്യ സന്താന സുഖസൗഭാഗ്യം അനുഭവിക്കാനുള്ള ദുരിതം ജന്മനാൽ തന്നെയോ അല്ലെങ്കിൽ ജന്മാന്തരപരമായിട്ടോ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ നമുക്ക് മറ്റൊരു രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ആ മുന്നേ ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ കുടുംബപരമായ ബന്ധത്തിൻ്റെ നിലനിൽക്കുകയും ചെയ്യും. ആ വ്യക്തിപരമായ നമ്മൾ അവോയ്ഡ് ചെയ്യലും അല്ലെങ്കിൽ എന്നെ അവർ ഒഴിവാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ കുടുംബ ദേവതകളെയും കുടുംബപരമായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ട ഒരു ദുരിത പരിഹാരമാണ് ദാമ്പത്യ ദുരിതം എന്ന് തീർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ടാം വിവാഹക്കാരും അല്ലെങ്കിൽ പ്രണയിക്കുന്ന കാലത്ത് ശാരീരികമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്ക് വന്നിട്ട് ആ ഒരു ജീവിതം ഇതിനേക്കാളും വെട്ടാങ്കട്ടിയായിട്ട് പരാജയപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ദോഷ ദുരിത പരിഹാരമാണ് ഈ പറയുന്നത്. അതിനാണ് ദാമ്പത്യ ദോഷം എന്നാണ് പറയുക. അതൊക്കെ നമുക്ക് മറ്റൊരാളോട് പറയാനും ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞു എന്നിട്ട് പരാജയപ്പെട്ടു, രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞു അതും പരാജയപ്പെട്ടു, മൂന്നാമത് കഴിഞ്ഞിട്ടും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കളിക്കുക എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കല്യാണം കഴിച്ച് കളിക്കുക, കാരണം വെച്ചാൽ എന്നൊരു കല്യാണം കഴിഞ്ഞു ഇത് എന്നൊന്ന് വിളിക്ക് തന്നെ പണി അല്ലെങ്കിൽ ഇവന് തന്നെ പണി എന്ന് പറയും. പക്ഷേ ഈ ഒരു ദുരിത പരിഹാരം എന്നുള്ളത് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് മാറാവുന്ന കാര്യമുള്ളൂ. ഇത് എന്ന് പറയുന്നത് ഒരു 1500 രൂപയുടെ ചിലവാണ് ഈ ഒരു സംഭവത്തിനുള്ളൂ. അപ്പോൾ മംഗല്യം അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാരായണീയ സപ്താഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരായണമുണ്ട്. പാരായണം എന്ന് പറയുമ്പോൾ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഭാഗവത സപ്താഹം ഇതൊക്കെ നടത്തുന്നത് പോലെ തന്നെയാണ് രാമായണം പാരായണം ചെയ്യുന്നില്ല. രാമായണ മാസമൊക്കെ ചെയ്യത്തിൽ നമ്മൾ രാമായണം വായിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളത് നാരായണീയത്തിലെ കുറേ ഭാഗങ്ങൾ ദോഷങ്ങൾ തീരുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ നമുക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ പാരായണം ചെയ്യുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കും, പിന്നെ രുക്മിണി സ്വയംവരം എന്നുള്ളതും അതുപോലെ നമ്മുടെ പേരും നാളും പറഞ്ഞിട്ട് ദാമ്പത്യ സന്താന കുടുംബ ജീവിതത്തിൽ ബാധിക്കുന്നതും രോഗപരമായിട്ടും മനോപരമായിട്ടും ധനപരമായിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സുഖദുഃഖങ്ങൾ അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുരിതങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഒക്കെ മാറി ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരായണം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ ഒരു ദുരിത പരിഹാര ക്രിയാവിധാനമുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന അടുത്ത് തന്നെ ഉണ്ട്. ഇത് വായിക്കുന്നത് ഞാനല്ല, ഇത് വായിക്കുന്നത് രാജേശ്വരി എന്നുള്ള വലിയവളപ്പിൽ ശ്രീനിവാസൻ എന്ന ആളുടെ ഭാര്യ രാജേശ്വരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരാണ് ഇത് വായിക്കുന്നതൊക്കെ. അപ്പോൾ അവർ വായിക്കുമ്പോൾ നമ്മുടെ പേരും നാളും പറഞ്ഞിട്ടാണ് ഇത് വായിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് 1500 രൂപയാണ്. 1000 രൂപ അതിന് 7 ദിവസമാണ് ഇത് വായിക്കുക. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ഇത് വായന ഉണ്ടാവും. അപ്പോൾ അതിൽ വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ആ ദുരിത പരിഹാരങ്ങളൊക്കെ വായിച്ച് പാരായണം ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ 7ാമത്തെ ദിവസം നമ്മുടെ ദുരിതങ്ങളെല്ലാം തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബന്ധനം തീർക്കുകയും ചെയ്യും. ഈ ബന്ധനം തീർക്കുന്നത് ഞാനാണ്. അത് നമുക്ക് 500 രൂപയാണ് ഏറ്റവും കുറഞ്ഞ ചെലവ്. അത് നാളികേരത്തിലേക്ക് നമ്മൾ ആ സങ്കല്പിച്ച പേരും നാളും ഒക്കെ ഗുരുതി കൂട്ടിയിട്ട് 5 തിരി കത്തിച്ചതിന് ശേഷം പേരും നാളൊക്കെ പറഞ്ഞ് ഇന്നാളുടെ ഇന്ന കുടുംബപരമായിട്ട് ബാധിക്കുന്ന ദാമ്പത്യപരമായിട്ട് സന്താനാദികളിലും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളും ബന്ധനങ്ങളെല്ലാം തീർന്ന് സർവ്വ സൗഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ബന്ധനം തീർക്കൽ. അങ്ങനെ ഈ ബന്ധനം തീർക്കലും ഈ പാരായണത്തിനും കൂടി നമുക്ക് 1500 രൂപയാണ് ചെലവ് വരിക. പക്ഷേ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ കണ്ണീരൊപ്പാൻ ഈ ഒരു പാരായണം ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവം എനിക്കുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും നരകം, എന്നും ദുരിതം, എന്നും പ്രശ്നം, എന്നും തല്ലും ബഹളവും കാര്യങ്ങളും ചെന്നോട്. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഇനി എങ്ങനെ ഇനി വിട്ടു പോവുക, കാരണം ഇവിടെ തൊഴിലക്കേടായിട്ട് മരിച്ച് സൂയിസൈഡ് ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയായിട്ട് നിൽക്കുമ്പോഴും അവർക്ക് ഇനി രണ്ടാമത് മൂന്നാമത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പറയില്ല, അല്ലെങ്കിൽ വീട്ടുകാർ പറയില്ല, ആരും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ജീവൻ തന്നെ കടിച്ചമർത്തി സഹിച്ചു നിൽക്കുന്നവർക്ക് പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു പരിപാടി അത് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരാണ് അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ 1000 രൂപയിൽ കമ്മീഷനും ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു തരികടി തട്ടിപ്പായിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി ഈ രാജേശ്വരി എന്ന് പറയുന്ന ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ചങ്ക് എന്ന് പറയില്ല, അത്രയും അടുപ്പവും വിശ്വാസവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള ചേച്ചിയാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ കാരണം അവരിത് നല്ല രീതിയിൽ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിച്ചിട്ട് അവർക്കത് കൊണ്ടുകൊടുത്തിട്ട് അവർ വായിച്ചാലും വേണ്ടില്ല വായിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പൈസ അവർക്ക് കൊണ്ടുകൊടുത്തിട്ട് ഉള്ളൊരു പൈസയുടെ ആവശ്യം അവർക്കുമില്ല, നിങ്ങളെ പൈസ നഷ്ടപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്കുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ജീവിക്കുന്നവരുമല്ല, പറ്റിച്ചിട്ട് ജീവിക്കുന്നവരല്ല. അവർക്ക് ഇതൊക്കെ ചെയ്യുന്നതും ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അത് ഫലം കൈപ്പുണ്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം ഞാൻ ജോലി ശാന്തിയായിട്ട് നിൽക്കുന്ന അമ്പലത്തിൻ്റെ തൊട്ടടുത്തും പിന്നെ അവർ നമ്മൾ നിത്യം കാണുന്നവരും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരുമാണ്, ദിവസം എന്ന് പറഞ്ഞ പോലെ കാണുന്നവരും അത്ര അടുപ്പുള്ളവരായതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞത്. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബന്ധന തീർക്കലാണ് നമ്മൾ 500 രൂപ ആണ് മേടിക്കുക. അതിൻ്റെ പിന്നിൽ നമ്മളൊരു നാളികേരത്തിൽ ഈ ഗുരുജി കൂട്ടി ആ വിഷ്ണുവിൻ്റെ പൂജ നടത്തിയിട്ട് അതിലേക്ക് ദേവിയെയൊക്കെ പ്രാർത്ഥിച്ച് അതിലേക്ക് വായിച്ച് ബന്ധനം തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അതോടുകൂടി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പേരിൽ വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വായിക്കുന്ന ദിവസം നിങ്ങളെ വിളിച്ച് പറയും ഇന്ന ദിവസമാണ് പാരായണം ചെയ്യുക, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കൂട്ടാന്ന് അവർ വിളിച്ച് പറയുകയും ചെയ്യും കേട്ടോ. അതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ദാമ്പത്യ ദുരിതശാപം എന്നുള്ള ദോഷം കൊണ്ട് ആർക്കെങ്കിലും ജീവിതത്തിൽ ഇതേ പ്രശ്നം എല്ലാവർക്കും അനുഭവത്തിൽ വന്നോളുന്നില്ല കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ദുരിതത്തിൽ നിന്നും കയറാനുള്ള ഒരു വഴി ഇതുണ്ട്. അതിന് ചെയ്തു നോക്കിയിട്ട് വിജയിക്കില്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പല പൈസ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു 1500 പോയിക്കോട്ടെ എന്നാണ്ട് വിചാരിച്ച് ചെയ്താലും നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് ഒരു തൂരിക്കിട്ടെന്ന് വിചാരിച്ച പോലെ ചെയ്തോളൂ. കാരണം വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇനി കിട്ടിയാലും വേണ്ടില്ല കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള ധാരണയിൽ ചെയ്താലും വേണ്ടില്ല, പക്ഷെ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടും. അതാണ് കാരണം. എന്താ വെച്ചാൽ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് പറയുന്നത്. ഒരു പരീക്ഷണം കൂടി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പലതും ചെയ്തു നോക്കി മാറാത്തതല്ലേ, ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തു നോക്കാം. കാരണം വെച്ചാൽ വലിയൊരു മുതൽ മുടക്കില്ലാത്തത് കൊണ്ടാണ്. ഇത് 7 ദിവസമാണ് ഈ പാരായണമൊക്കെ കേട്ടാ. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിപൂർണമായിട്ട് ഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.